നമസ്കാരം ഗൈസ്, പാവർട്ടി ബോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് അൽമയുടെ മനസ്സമ്മതമാണ്. അപ്പോൾ അൽമയുടെ മനസ്സമ്മതം കൂടാൻ വേണ്ടി നമ്മൾ ആളൊരു പള്ളിയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ മാർപ്പാപ്പയുടെ ഒരു ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരെ കാണാൻ കിട്ടില്ല ഭയങ്കര റയറാണ്. ഇന്നിപ്പോൾ കുറേ പേരൊക്കെ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ കാണും ചെയ്യാലോ. പള്ളിയത്ത് നിന്നപ്പോൾ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് ചെന്നപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും എത്തി. അപ്പോൾ എല്ലാവരും കണ്ടു. ഭയതവേ നമ്മുടെ പാവർട്ടി ബോയ്സ് ഇവിടെ എത്തിയായിരുന്നില്ല, അവർ മറ്റത്തിലായിരുന്നു. അപ്പോൾ അവരൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അഗസ്റ്റോൻ്റെ കൂടെ കയറി. അവിടെ ചെല്ലും കുറച്ച് കഴിയുമ്പോഴേക്കും അവർ റോഡിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ടീം എല്ലാവരായി. തിരിച്ച് പള്ളിക്കെത്തുമ്പോഴേക്കും നമ്മുടെ അംഗസംഖ്യ കൂടിയല്ലായിരുന്നു. നമ്മളെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും എത്തി. ഇനി ഞങ്ങൾ നേരെ ഹോളിലേക്ക് കയറുകയാണ്. ഹോളിൽ ചെന്ന് വയ്ക്കുന്ന വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അൽമയുടെ ചക്കനും സ്റ്റേജിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ നല്ല കരഘോഷത്തോടെ അവരെ സ്വീകരിച്ചു. യൂഷ്വൽ ചടങ്ങുകളൊക്കെ അതിന് മുറ പോലെ അങ്ങോട്ട് നടന്നു. മാനസാർത്ഥം നേരം ഞങ്ങളുടെ വക സ്പെഷ്യൽ കുരവേടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കറക്റ്റായിട്ട് അതൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ജോഷ്ണമോളിലെ ജൂനിയർ ജോഷ്ണമോളുമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഉണ്ണിയാണെങ്കിൽ കരയണോ വേണ്ടോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേർ കളിപ്പിച്ചോടുകൂടി പിന്നെ ഉണ്ണി കരച്ചിട്ട് ആരംഭിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഡാൻസും സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇരുന്നോണ്ട് അൽമയുടെയും കസിൻസിൻ്റെ ഡാൻസിന് നല്ല സപ്പോർട്ട് കൊടുത്തു. അൽമയ്ക്കൊരു ഗിഫ്റ്റ് പദ്ധതി അതിൻ്റെ പിന്നെ ഒരു ചരിത്രമുണ്ട് ഗൈസ്, അതിവിടെ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സ്റ്റേജിലേക്ക് കയറി ഒരു കുഞ്ഞു ഗിഫ്റ്റും കൈമാറി. അങ്ങനെ ഏറെ നാൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അൽമോട് യാത്രയൊക്കെ പറഞ്ഞ് നടന്ന് പോയി. അതെ, ബിൽസ പറഞ്ഞ പിന്നെ പിരില്ല. നമ്മൾ ഒറ്റ മൈൻഡായിട്ട് നേരെ പിടിച്ചു. ആളൂർ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പൊന്മല ശിവക്ഷേത്രത്തേക്ക്. ചെറിയ പടികളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അതൊക്കെ ഇങ്ങനെ ചവിട്ടി നേരെ അങ്ങനെ മുകളിലേക്ക് കയറി. നല്ല ശാന്തമായിട്ടുള്ള സ്ഥലം, വലിയ ഒച്ചപ്പാടും വെള്ളമൊന്നുമില്ല, നല്ല സമാധാനമുള്ളൊരു സ്ഥലം. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ അവിടെ ഇടയ്ക്ക് വന്ന് ഹാങ് ഔട്ട് ചെയ്യാറിലാണ്. അങ്ങനെ ഇവരേതോ കാട്ടിക്ക് ഞങ്ങൾ നടന്നു പോയിരുന്നു. ഞാൻ പിന്നാലെ പോയി നോക്കിയപ്പോൾ നല്ല രസമുള്ള സ്ഥലം. ഇവർ ഇവനെ ഏതോ കാട്ടിൽ നോക്കി കയറി വരുന്നുണ്ടായിരുന്നു. ബിൽസമോനെ അപ്പോഴേക്കും ക്യാമറ നോക്കി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങി. അഗസ്റ്റോനെ ആഷിക്ക് ഇനി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം അവൻ ബാക്കി നല്ല മൈൻഡായി. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറി. ഞങ്ങൾ സ്ഥിരം എവിടെയാണ് കൂടാറ്, ഞങ്ങളുടെ സ്പോട്ട് എവിടെയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന രസമാണ്. ഇവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പയ്യെ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പ്ലാനായി. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ മറ്റം വനമാധവൻ്റെ പള്ളി, വേലാങ്കുന്ന് ശോഭാ സിറ്റി, അതൊക്കെ കാണാട്ടോ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് എപ്പോൾ വരുമെന്നറിയില്ല. വരും വരേക്കും ബൈ.